ഹായ് ഫ്രണ്ട്സ്, സർക്കുലർ ബാൻഡേജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ബാൻഡേജ് ടെക്നിക്സിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബാൻഡേജാണ് സർക്കുലർ ബാൻഡേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പ്രിൻസിപ്പിൾ വൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ പൊസിഷൻ ചെയ്തതിന് ശേഷം 2 സർക്കുലർ ടേൺ ചെയ്യുന്നു. ഓക്കെ, 2 സർക്കുലർ ടേൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോമിനൻറ്റ് ഹാൻഡിലാണ് ഹെഡ് ഓഫ് ദ ബാൻഡേജ്, ടെയിൽ ഓഫ് ദ ബാൻഡേജ് നോൺ ഡോമിനൻറ്റ് ഹാൻഡിലും ഇന്ന ആസ്പെക്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിലും അല്ലേ. 2 സർക്കുലർ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2/3 കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടേൺ ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ടേണിൻ്റെ 2/3 നമ്മൾ കവർ ചെയ്യണം. 1/3 മാത്രമേ നമുക്ക് വിസിബിൾ ആവുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതാണ് സർക്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്പൈറൽ ബാൻഡേജ്, റിവേഴ്സ് സ്പൈറലിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. സർക്കുലറിൽ നമ്മൾ ഒന്നും ചെയ്യാനില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. സർക്കുലർ പാറ്റേണിൽ തന്നെ നമ്മൾ സർക്കിൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, വേറൊരു ചേഞ്ചസ് ഇതിൽ വരുത്തുന്നില്ല. ചില വീഡിയോസിൽ ചില ടെക്സ്റ്റിലൊക്കെ നമുക്ക് കാണാം കംപ്ലീറ്റ്ലി ഓവർലാപ്പ് ചെയ്യുന്ന സർക്കുലർ ബാൻഡേജ്. അങ്ങനെയും ചെയ്യും. 2 രീതിയിൽ നമ്മൾ സർക്കുലർ ബാൻഡേജ് അപ്ലൈ ചെയ്യും. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മളറിയാം സർക്കുലർ ബാൻഡേജ് ആണെങ്കിൽ പോലും ലാസ്റ്റ് 2 സർക്കുലർ ടേൺ ചെയ്യണം. അത് കംപ്ലീറ്റ്ലി ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, 2 ലാസ്റ്റ് എൻഡ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം അല്ലേ. ബാക്കിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യണം. ഇതാണ് ക്ലിപ്പ്, ഇങ്ങനെയാണ് ബാൻഡേജസിൻ്റെ ക്ലിപ്പ് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുക. ഇഞ്ചുറി പാർട്ടിൻ്റെ മുകളിലാവരുത് സെക്യൂർ ചെയ്യുന്നത്, സേഫായിട്ട് സെക്യൂർ ചെയ്യും. ഓക്കെ.